ലിമിറ്റ്സ് ഓഫ് എ കോംപ്ലക്സ് ഫംഗ്ഷൻ ആയിരുന്നു നമ്മൾ പറഞ്ഞിരുന്നത്. അതിലെ തിയറംസും ഡിസ്കസ് ചെയ്തു അല്ലേ. ഇനി വരുന്നത് ലിമിറ്റ് ഇൻവോൾവിങ് പോയിന്റ് അറ്റ് ഇൻഫിനിറ്റി. ഓക്കെ, അപ്പോൾ അതിൽ രണ്ട് ഡെഫിനിഷൻസ് ആണ്. ഫസ്റ്റ്, ലെറ്റ് എഫ് ഓഫ് സെറ്റ് ബി എ കോംപ്ലക്സ് ഫംഗ്ഷൻ ഡിഫൈൻഡ് ഓൺ ആൻ അൺബൗണ്ടഡ് സബ്സെറ്റ് ഓഫ് ദി കോംപ്ലക്സ് പ്ലെയിൻ. Then f of z is said to have the limit w0 as z tends to infinity. That is, limit z tends to infinity, f of z is equal to w0. If corresponding to any epsilon greater than 0, there exists a delta greater than 0 such that modulus of f of z minus w0 less than epsilon whenever mod z greater than 1 by delta. അപ്പോൾ ഇവിടെ നമ്മൾ പറയുന്നത് ലിമിറ്റിൻ്റെ ഡെഫിനിഷൻ എവിടെയാണ്? എഫ് ഓഫ് സെറ്റ് എന്നുള്ള ഒരു കോംപ്ലക്സ് വാല്യൂഡ് ഫംഗ്ഷൻ എവിടെയാണ് ഡിഫൈൻഡ് ആയിട്ടുള്ളത്? അൺബൗണ്ടഡ് സബ്സെറ്റ് ആണ് അല്ലേ. അൺബൗണ്ടഡ് സബ്സെറ്റ് ഓഫ് ദി കോംപ്ലക്സ് പ്ലെയിൻ. ഓക്കെ, കോംപ്ലക്സ് പ്ലെയിൻ്റെ അൺബൗണ്ടഡ് സബ്സെറ്റിലാണ് ഫംഗ്ഷൻ എന്ത് പറഞ്ഞിട്ടുള്ളത്? ഡിഫൈൻഡ് ആണ് പറഞ്ഞില്ലേ. ദെൻ എഫ് ഓഫ് സെറ്റ് ഈസ് സെറ്റ് ടു ഹാവ് എ ലിമിറ്റ് w0 ആസ് എപ്പോൾ z ടെൻസ് ടു ഇൻഫിനിറ്റി. z ഇൻഫിനിറ്റിയിലേക്ക് പോകുമ്പോൾ എഫ് ഓഫ് സെറ്റിൻ്റെ ലിമിറ്റ് അല്ലേ w0, അതാണ് പറയുന്നത്. നമുക്ക് അതിനെ എങ്ങനെ എഴുതാം? ലിമിറ്റ് z ടെൻസ് ടു ഇൻഫിനിറ്റി. z ഇൻഫിനിറ്റിയിലേക്ക് പോകും തോറും എഫ് ഓഫ് സെറ്റിൻ്റെ ലിമിറ്റ് എന്താവും? w0 അല്ലേ. അപ്പോൾ അത് നമുക്ക് ലിമിറ്റിൻ്റെ ഡെഫിനിഷൻ വെച്ച് എങ്ങനെ എഴുതാം? ഇഫ് കറസ്പോണ്ടിങ് ടു എനി എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 അല്ലേ, മോഡ് എഫ് ലോസ് ഓഫ് എഫ് ഓഫ് സെറ്റ് മൈനസ് w0, ഇത് തമ്മിലുള്ള ഡിസ്റ്റൻസ് അല്ലേ, അതിന് വരിക greater than 0, there exists a delta greater than 0 such that modulus of f of z minus w0 less than epsilon whenever mod z അല്ലേ. ഇവിടെ നമ്മൾ സാധാരണ ലിമിറ്റിൻ്റെ ഡെഫിനിഷനിൽ z ടെൻസ് ടു z0 ആണെന്നുണ്ടെങ്കിൽ അത് തമ്മിലുള്ള ഡിസ്റ്റൻസ് ഒരു ഡെൽറ്റയ്ക്ക് താഴെയായി നിൽക്കുമ്പോൾ എന്നാണ് പറയാറുള്ളത് അല്ലേ. ബട്ട് ഇവിടെ z ഇൻഫിനിറ്റിയിലേക്കാണ് പോകുന്നത്. അപ്പോൾ അതെന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? അത് ഡിസ്റ്റൻസ് എന്തായിരിക്കും? മോഡ് z എന്നുള്ളത് എന്തായിരിക്കും? ഗ്രേറ്റർ ദാൻ ആയിരിക്കും അല്ലേ. ഗ്രേറ്റർ ദാൻ 1 by ഡെൽറ്റ നമുക്ക് എഴുതാം. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ സെറ്റിൻ്റെ വാല്യൂ അല്ലേ, മോഡ് സെറ്റ് 1 by ഡെൽറ്റൻ്റെ മുകളിലായിട്ട് വരുമ്പോൾ എഫ് ഓഫ് സെറ്റും w0 തമ്മിലുള്ള ഡിസ്റ്റൻസ് ഒരു എപ്സിലോണിൻ്റെ താഴെയായി നിൽക്കും. അതാണ് ഫസ്റ്റ് ഡെഫിനിഷൻ പറയുന്നത്. ഓക്കെ, സെറ്റ് ഇൻഫിനിറ്റിയിലേക്ക് പോകുമ്പോൾ എഫ് ഓഫ് സെറ്റിൻ്റെ വാല്യൂ w0ലേക്ക് പോകുന്നത്. ഇനി സെക്കൻഡ് ഡെഫിനിഷൻ നോക്ക്. ആൻ അൺബൗണ്ടഡ് കോംപ്ലക്സ് ഫംഗ്ഷൻ എഫ് ഓഫ് സെറ്റ് ഈസ് set to have the limit infinity as z approaches to z0. z-ൻ്റെ വാല്യൂ z0ലേക്ക് പോകുമ്പോൾ അൺബൗണ്ടഡ് കോംപ്ലക്സ് ഫംഗ്ഷനിൽ തന്നെയാണ് ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. z-ൻ്റെ വാല്യൂ z0ലേക്ക് പോകുമ്പോൾ ഫംഗ്ഷൻ്റെ ലിമിറ്റ് എന്തായി പോവുക? ഇൻഫൈനൈറ്റ് ആയി പോവുക. ഓക്കെ, ഇവിടെ z ടെൻസ് ടു ഇൻഫിനിറ്റി ആകുമ്പോൾ ഫംഗ്ഷന് ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്തിരുന്നു അല്ലേ. ബട്ട് ഇവിടെ z0ലേക്ക് പോകുമ്പോൾ എഫ് ഓഫ് സെറ്റ് എന്താവുക? ഇൻഫൈനൈറ്റ് ആവുക. അപ്പോൾ ഇതിന് നമുക്ക് എങ്ങനെ ഡെഫിനേഷനിൽ കൊടുക്കാം? ഇഫ് കറസ്പോണ്ടിങ് ടു എനി എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 ഹൗവർ സ്മോൾ ദർ എക്സിസ്റ്റ് എ ഡെൽറ്റ ഗ്രേറ്റർ ദാൻ 0 സച്ച് ദാറ്റ് ഇത് തമ്മിലുള്ള ഡിസ്റ്റൻസ് ഡെൽറ്റയ്ക്ക് താഴെ നിൽക്കുമ്പോൾ, അതായത് സെറ്റും z0 തമ്മിലുള്ള ഡിസ്റ്റൻസ് ഡെൽറ്റൻ്റെ താഴെയായിട്ട് നിൽക്കുമ്പോൾ ഒരു എഫ് ഓഫ് സെറ്റിൻ്റെ വാല്യൂ അതെങ്ങനെയാണ് വരുന്നത്? ഇൻഫൈനൈറ്റ് ആണല്ലേ. അപ്പോൾ മോഡുലസ് ഓഫ് എഫ് ഓഫ് സെറ്റ് നമുക്ക് അത് എഴുതാം ഗ്രേറ്റർ ദാൻ 1 by എപ്സിലോൺ എഴുതാം. ഓക്കെ, അപ്പോൾ ഇതാണ് ഈ രണ്ട് ഡെഫിനിഷൻസ് വരുന്നത്. ലിമിറ്റ് ഇൻവോൾവിങ് അറ്റ് പോയിന്റ് അറ്റ് ഇൻഫിനിറ്റി ആണ്. അപ്പോൾ അത് ഇൻഫൈനൈറ്റിൽ സെഡിൻ്റെ വാല്യൂ ഇൻഫിനിറ്റിയിലേക്ക് പോകുമ്പോൾ ഫംഗ്ഷൻ ഇങ്ങനെ ആവുന്ന കേസും, അതുപോലെ തന്നെ z0ലേക്ക് പോകുമ്പോൾ എഫ് ഓഫ് സെറ്റിൻ്റെ വാല്യൂ ഇൻഫൈനൈറ്റ് ആവുന്ന കേസുമാണ്. അപ്പോൾ ഇതിൽ നിന്നും നമുക്ക് കുറച്ച് കണ്ടീഷൻസ് എഴുതാം. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എങ്ങനെ എഴുതാം? ഇവിടെ ലിമിറ്റ് z ടെൻസ് ടു ഇൻഫിനിറ്റി എഫ് ഓഫ് സെറ്റ് ഇസ് ഈക്വൽ ടു w0 അല്ലേ, അങ്ങനെ തന്നിട്ടുണ്ട്. z ഇൻഫിനിറ്റിയിലേക്ക് പോകുമ്പോൾ എഫ് ഓഫ് സെറ്റ് w0 ആണ്. ഇഫ് ആൻഡ് ഓൺലി ഇഫ് ലിമിറ്റ് z ടെൻസ് ടു 0 എഫ് ഓഫ് 1 by z ഇസ് ഈക്വൽ ടു w0. ഓക്കെ, അപ്പോൾ നമുക്കൊരു പ്രോബ്ലം കിട്ടിക്കഴിഞ്ഞാൽ z ടെൻസ് ടു ഇൻഫിനിറ്റി വെച്ച് നമുക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? അതിനെ z ടെൻസ് ടു 0 എഫ് ഓഫ് സെറ്റിൻ്റെ പ്ലേസിൽ എന്ത് കൊടുക്കാം? എഫ് ഓഫ് 1 by z എന്ന് കൊടുത്തിട്ട് ചെയ്യാം അല്ലേ. അപ്പം രണ്ടിൻ്റെ ലിമിറ്റ് സെയിം ആണ്. z ടെൻസ് ടു ഇൻഫിനിറ്റി എന്നുള്ളത് എന്തായിട്ട് മാറും? z ടെൻസ് ടു 0 എന്നായിട്ട് മാറും. ഓക്കെ, അതുപോലെ തന്നെ z0 ഇത് രണ്ടാമത്തെ കേസ് എന്താണ് കേട്ടോ? എഫ് ഓഫ് സെറ്റ് ഇസ് ഈക്വൽ ടു ഇൻഫിനിറ്റി അല്ലേ. z0ലേക്ക് പോകുമ്പോൾ എഫ് ഓഫ് സെറ്റിൻ്റെ വാല്യൂ ഇൻഫൈനൈറ്റ് ആവുന്ന കേസ്. ഇതിൽ നമുക്ക് എങ്ങനെ മാറ്റി എഴുതാം? ഇഫ് ആൻഡ് ഓൺലി ഇഫ് ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതിന് നമുക്ക് മാറ്റി എങ്ങനെ എഴുതാം? ലിമിറ്റ് z ടെൻസ് ടു z0 1 by എഫ് ഓഫ് സെറ്റ് എന്ന് കൊടുത്തു. ബൈ എഫ് ഓഫ് സെറ്റ് എന്ന് പറഞ്ഞാൽ എന്തായി പോകും? 0 ആയി പോകും അല്ലേ. നമുക്കറിയാം, ഓൾറെഡി നമുക്കറിയുന്ന കാര്യമാണ്. 1 by 0 എന്ന് പറഞ്ഞാൽ ഇൻഫൈനൈറ്റും, അതുപോലെ തന്നെ 1 by ഇൻഫിനിറ്റി പറഞ്ഞാൽ എന്താണ്? 0 ആണ്. എന്ത് എഴുതുക? ഈ ഒരു കണ്ടീഷൻ എഴുതുക അല്ലേ. മുകളിലത്തതും അതുപോലെ തന്നെയാണ് വരുന്നത്. അപ്പോൾ ലിമിറ്റ് z ടെൻസ് ടു z0 എഫ് ഓഫ് സെറ്റ് ഇൻഫൈനൈറ്റ് ആകുമ്പോൾ ലിമിറ്റ് z ടെൻസ് ടു z0 1 by എഫ് ഓഫ് സെറ്റ് ഇസ് ഈക്വൽ ടു 0 ആണെന്ന് എഴുതാം. തിരിച്ചിട്ട് അല്ലേ, ലിമിറ്റ് z ടെൻസ് ടു z0 1 by എഫ് ഓഫ് സെറ്റ് ഇസ് ഈക്വൽ ടു 0 ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ എഴുതാം.
ഇനി നമ്മളിപ്പോൾ ഇവിടെ ഇൻഫൈനൈറ്റ് ആവുന്ന കേസും അതുപോലെ തന്നെ ഇവിടെ ഇൻഫൈനൈറ്റ് ആവുന്ന കേസും പറഞ്ഞു. ഇനി രണ്ടും ഇൻഫൈനൈറ്റ് ആവുന്ന കേസും ചിന്തിച്ച് നോക്കുക. അതായത് ലിമിറ്റ് z ടെൻസ് ടു ഇൻഫിനിറ്റി എഫ് ഓഫ് സെഡ് ഇസ് ഈക്വൽ ടു ഇൻഫൈനൈറ്റ്. സെഡിൻ്റെ വാല്യൂ ഇൻഫൈനൈറ്റ് പോകുമ്പോൾ ഫംഗ്ഷൻ്റെ വാല്യൂ ഇൻഫിനിറ്റി ആവുന്ന കേസ്. ഇതിനെ നമുക്ക് എങ്ങനെ മാറ്റി എഴുതാം? ഇഫ് ആൻഡ് ഓൺലി ഇഫ് ലിമിറ്റ് z ടെൻസ് ടു 0 1/f(1/z) അല്ലേ? രണ്ടും കൂടെ ചെയ്യണം. ഇവിടെ നമ്മൾ 1/f(z) എഴുതി, അതിൻ്റെ ഉള്ളിൽ സെറ്റിന് 1/z എഴുതി. അപ്പോൾ ആ രണ്ട് പ്രോപ്പർട്ടിയും കൂടെ അപ്ലൈ ചെയ്താൽ 1/f(1/z) കൊടുത്താൽ എന്ത് വരും? നമുക്ക് 0 വരും അല്ലേ? അപ്പോൾ ഇങ്ങനെ ഉണ്ടെങ്കിൽ ഒന്നെങ്കിൽ ഇത് ചെയ്താൽ മതി അല്ലേ? ലിമിറ്റ് z ടെൻസ് ടു ഇൻഫിനിറ്റി എഫ് ഓഫ് സെറ്റ് ഇസ് ഈക്വൽ ടു ഇൻഫൈനൈറ്റ്. ഇങ്ങനെയാണ് നമുക്ക് പ്രൂവ് ചെയ്യാൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതിന് പകരം നമുക്ക് ഇത് ചെയ്താലും മതി അല്ലേ? ഇനി ഇത് യൂസ് ചെയ്തിട്ട് നമുക്ക് പ്രോബ്ലം ചെയ്യാനാണ്. അപ്പോൾ നമ്മളോട് പ്രോബ്ലത്തിൽ ഇങ്ങനെ തന്നിട്ടുള്ള ഒരു കണ്ടീഷൻ നമുക്ക് ഇങ്ങനെ മാറ്റി എഴുതാം അല്ലേ? ഇൻഫൈനൈറ്റ് നമുക്ക് കൊടുക്കാൻ കഴിയാത്ത കേസിൽ അതിനെ 0യിലേക്ക് കൺവേർട്ട് ചെയ്ത് ഇങ്ങനെ മാറ്റി എഴുതിയിട്ട് പ്രോബ്ലം ചെയ്യാം. അതുപോലെ തന്നെ എഫ് ഓഫ് സെഡ് ടെൻസ് ടു 0 എഫ് ഓഫ് സെഡ് ഇസ് ഈക്വൽ ടു ഇൻഫൈനൈറ്റ് എന്നുള്ള കേസിൽ ഇങ്ങനെ മാറ്റി എഴുതാം. രണ്ടും ഇൻഫൈനൈറ്റ് ആവുന്ന കേസിൽ എന്ത് എഴുതാം? സെഡ് ടെൻസ് ടു 0 1/f(1/z) ഇസ് ഈക്വൽ ടു 0. ഇത് യൂസ് ചെയ്തുകൊണ്ട് പ്രോബ്ലം ചെയ്യും അല്ലേ? അപ്പോൾ നമുക്കിതിൽ ലിമിറ്റ്സ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള പ്രോബ്ലം നോക്കാം. ഇപ്പോൾ ക്വസ്റ്റ്യൻ നോക്ക്. ലിമിറ്റ് z ടെൻസ് ടു ഇൻഫിനിറ്റി 4z² ഡിവൈഡ് ബൈ z - 1² ഇസ് ഈക്വൽ ടു 4. ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് അല്ലേ? അപ്പോൾ ഇവിടെ നമ്മൾ ഫസ്റ്റ് പറഞ്ഞ കണ്ടീഷൻ കൊടുക്കുക. ലിമിറ്റ് z ടെൻസ് ടു ഇൻഫിനിറ്റി എഫ് ഓഫ് സെഡ് ഇസ് ഈക്വൽ ടു w0. ഇതിന് പകരം നമുക്ക് എന്ത് ചെയ്താലും മതി? ലിമിറ്റ് z ടെൻസ് ടു 0 എഫ് ഓഫ് 1/z ദാറ്റ് ഈസ് ഈക്വൽ ടു w0. ഇത് കാൽക്കുലേറ്റ് ചെയ്താലും മതി അല്ലേ? ഇതാണ് ഈ ഫോമിലാണ് ഇവിടെ തന്നിട്ടുള്ളത്. അപ്പോൾ ഇതിന് പകരം നമുക്ക് ഈ ഒരു ഫോമിൽ ചെയ്തിട്ട് ഇതിൻ്റെ ആൻസർ 4 കിട്ടുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക അല്ലേ? അപ്പോൾ ഇവിടെ എഫ് ഓഫ് സെഡ് എന്താണ്? ഹിയർ എഫ് ഓഫ് സെഡ് ഇസ് ഈക്വൽ ടു എന്താണ്? 4z² ഡിവൈഡഡ് ബൈ z - 1² അല്ലേ? ഇതാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ പ്ലേസിൽ എന്ത് എഴുതാം? ഫോർ ലിമിറ്റ് z ടെൻസ് ടു ഇൻഫിനിറ്റി എഫ് ഓഫ് സെഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് z ടെൻസ് ടു 0 അല്ലേ? മാറ്റി എഴുതാം. എഫ് ഓഫ് സെഡ് എന്ന് പറഞ്ഞാൽ ഇതാണ്. അപ്പോൾ എഫ് ഓഫ് 1/z ആകുമ്പോൾ എന്ത് വരും? 4 × 1/z² ഡിവൈഡഡ് ബൈ 1/z - 1² എന്ന് വരും അല്ലേ? ഈക്വൽ ടു ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? ലിമിറ്റ് z ടെൻസ് ടു 0 4/z² എന്നുണ്ടായിരിക്കും അല്ലേ? 4/z² ഡിവൈഡഡ് ബൈ ഇവിടെ നമ്മൾ ചെയ്യുമ്പോൾ എന്ത് വരും? 1 - z - 1 - z അല്ലേ? 1 - z² ഡിവൈഡഡ് ബൈ z² ഉണ്ടായിരിക്കും. അപ്പോൾ ഈ z² z² ക്യാൻസൽ ചെയ്യാം നമുക്ക്. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇതിന് എങ്ങനെ എഴുതാം? ലിമിറ്റ് z ടെൻസ് ടു 0 4/1 - z² എന്ന് വരും അല്ലേ? ഇനി നമുക്ക് എന്ത് ചെയ്യാം? സെറ്റിന് 0 എന്നുള്ള ലിമിറ്റ് കൊടുത്താൽ എന്ത് വരും? ലിമിറ്റ് z ടെൻസ് ടു 0 എടുത്താൽ 4/1 - 0 എന്ന് പറഞ്ഞാൽ 4/1 വരും അല്ലേ? അപ്പോൾ എന്ത് വരും? 4 ആണ് ആൻസർ വരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ആൻസർ എന്ത് കിട്ടി? ലിമിറ്റ് z ടെൻസ് ടു ഇൻഫിനിറ്റി 4z² ഡിവൈഡ് ബൈ z - 1² ഇസ് ഈക്വൽ ടു 4. ഇതിനെ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഇങ്ങനെ ഇൻഫിനിറ്റി ഇട്ടിട്ട് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ നമുക്ക് അതിന് പകരം ഇതിലേക്ക് മാറ്റാം അല്ലേ? z ടെൻസ് ടു 0 എഫ് ഓഫ് 1/z മാറ്റി. അപ്പോൾ അതിന് നമുക്ക് ആൻസർ എന്താ കിട്ടിയത്? z ടെൻസ് ടു ഇൻഫിനിറ്റി എഫ് ഓഫ് 1/z z ടെൻസ് ടു 0 എഫ് ഓഫ് 1/z ആക്കി കൊടുത്തപ്പോൾ 4 എന്ന് കിട്ടി. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? therefore ലിമിറ്റ് z ടെൻസ് ടു ഇൻഫിനിറ്റി 4z² ഡിവൈഡഡ് ബൈ z - 1² ഇസ് ഈക്വൽ ടു 4 ആണെന്ന് എഴുതാം. ഓക്കെ, ഇനി നെക്സ്റ്റ് പ്രോബ്ലം നോക്കാം. ഇനി ഇതിൽ രണ്ടാമത് നോക്ക്. ലിമിറ്റ് z ടെൻസ് ടു -1 iz +1. ഇനി രണ്ടാമത്തെ പ്രോബ്ലം നോക്ക്. ലിമിറ്റ് z ടെൻസ് ടു -1 iz +3 ഡിവൈഡ് ബൈ z +1 ഇസ് ഈക്വൽ ടു ഇൻഫിനിറ്റി അല്ലേ? അപ്പോൾ ഇത് പ്രൂവ് ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? ലിമിറ്റ് z ടെൻസ് ടു z0 എഫ് ഓഫ് സെഡ് ഇസ് ഈക്വൽ ടു ഇൻഫിനിറ്റി ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ എന്ത് പ്രൂവ് ചെയ്താലും മതി? ലിമിറ്റ് z ടെൻസ് ടു z0 എഫ് ഓഫ് 1/f ഓഫ് സെഡ് ഇസ് ഈക്വൽ ടു 0 ആണെന്ന് പ്രൂവ് ചെയ്താലും മതി അല്ലേ? അപ്പോൾ നമുക്ക് ഇത് ചെക്ക് ചെയ്ത് നോക്കാം. ഇത് 0 ആണെന്ന് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്താൽ മതി? ഇത് ഇൻഫിനിറ്റി ആണെന്ന് എഴുതിയാൽ മതി അല്ലേ? അപ്പോൾ ഇവിടെ എഫ് ഓഫ് സെഡ് എന്താണ്? എഫ് ഓഫ് സെഡ് ഇസ് ഈക്വൽ ടു iz +3 ഡിവൈഡ് ബൈ z +1 ആണ് അല്ലേ? അപ്പോൾ നമുക്ക് ലിമിറ്റ് z ടെൻസ് ടു z0 എന്താണ്? -1 ആണ്. -1 എഫ് ഓഫ് സെഡ് ആണ് ഇതില്ലേ? അപ്പോൾ 1/f ഓഫ് സെഡ് എന്ത് നോക്കാം? 1/iz +3 ഡിവൈഡ് ബൈ z +1 വരും അല്ലേ? ദാറ്റ് ഈസ് ഈക്വൽ ടു എങ്ങനെ എഴുതാം? ലിമിറ്റ് z ടെൻസ് ടു -1 z +1 മുകളിലേക്ക് വരും അല്ലേ? ഡിവൈഡ് ബൈ i × z +3 എന്ന് വരും. ഓക്കെ, അപ്പോൾ ഈക്വൽ ടു ഇതിന് ലിമിറ്റ് കൊടുക്കുമ്പോൾ എന്ത് വരും? -1 + 1 അല്ലേ? ഡിവൈഡഡ് ബൈ 0 ഡിവൈഡഡ് ബൈ
ഐ ഇൻറ്റു സെഡിന് എന്താ എടുക്കുന്നത് -1, അപ്പോൾ -i+3 എന്ന് വരും അല്ലേ, -i+3 ദാറ്റ് ഈസ് ഈക്വൽ ടു 0 എന്ന് അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, ലിമിറ്റ് z ടെൻസ് ടു z0 1/f(z) is equal to 0 ആണെന്ന് കിട്ടി അല്ലേ. അതായത് ലിമിറ്റ് z ടെൻസ് ടു z0 1/f(z) 0 ആണെന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് എഴുതാം, ലിമിറ്റ് z ടെൻസ് ടു z0 f(z) is equal to infinity എന്ന് എഴുതാം അല്ലേ. അപ്പോൾ then we get ലിമിറ്റ് z ടെൻസ് ടു -1 1/f(z) ഇതായിരുന്നു ഇവിടെ വന്നിരുന്നത്. ഇത് 0 ആണെന്ന് കിട്ടി, വിച്ച് ഇംപ്ലൈസ് നമുക്ക് ഇതിന്ന് എന്തെഴുതാം, ലിമിറ്റ് z ടെൻസ് ടു -1 f(z) is equal to എന്താണെന്ന് എഴുതാം, ഇൻഫിനിറ്റി ആണെന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ നമുക്ക് പ്രൂഫായില്ലേ. അപ്പോൾ വിച്ച് ഇംപ്ലൈസ് നമുക്ക് ഇതിന്ന് എന്തെഴുതാം, ലിമിറ്റ് z ടെൻസ് ടു -1 f(z) എന്താണ്, iz+3 ഡിവൈഡഡ് ബൈ z+1 ദാറ്റ് ഈസ് ഈക്വൽ ടു ഇൻഫിനിറ്റി ആണെന്ന് എഴുതാം. ഓക്കെ, ഇനി രണ്ടും ഇൻഫൈനൈറ്റ് ആവുന്ന കേസിലുള്ള ഒരു പ്രോബ്ലം കൂടെ നോക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് ക്വസ്റ്റ്യൻ വരുന്നത്. ലിമിറ്റ് z ടെൻസ് ടു ഇൻഫിനിറ്റി z² + 1 ഡിവൈഡ് ബൈ z−1 ദാറ്റ് ഈസ് ഈക്വൽ ടു ഇൻഫിനിറ്റി അല്ലേ. അപ്പോൾ ഇത് പ്രൂവ് ചെയ്യുന്നതിന് പകരം നമുക്ക് എന്ത് ചെയ്താൽ മതി, ലിമിറ്റ് z ടെൻസ് ടു ഇൻഫിനിറ്റി f(z) is equal to ഇൻഫിനിറ്റി ആണെന്നുണ്ടെങ്കിൽ ഇഫ് ആൻഡ് ഓൺലി ഇഫ് നമ്മൾ എന്താ പറഞ്ഞത്, ലിമിറ്റ് z ടെൻസ് ടു 0 അല്ലേ, f(1/f(1/z) അല്ലേ ദാറ്റ് ഈസ് ഈക്വൽ ടു 0 ആണെന്ന് പ്രൂവ് ചെയ്താൽ മതി അല്ലേ. അപ്പോൾ ഇത് ഇവിടെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ എന്ത് വരും, ഇവിടെ f(z) നമുക്കറിയാം, f(z) എന്താണ്, z² + 1 അല്ലേ, z² + 1 ഡിവൈഡ് ബൈ z−1 ആണ്. അപ്പോൾ ആദ്യം നമുക്ക് f(1/z) എഴുതാം. f(1/z) എന്തായിരിക്കും, 1/z² + 1 ഡിവൈഡഡ് ബൈ 1/z - 1 ആവരും അല്ലേ. 1 + z² ഡിവൈഡഡ് ബൈ z² ഡിവൈഡഡ് ബൈ താഴെ എന്ത് വരും, 1 - z/z എന്ന് വരും അല്ലേ. അപ്പോൾ ഇവിടെ ഇത് രണ്ടും ക്യാൻസൽ ചെയ്തിട്ട് ഇവിടെ ഒരു z ഉണ്ടായിരിക്കും, ദാറ്റ് ഈസ് 1 + z² ഡിവൈഡഡ് ബൈ z ഡിവൈഡഡ് ബൈ 1 - z അല്ലേ. ഇങ്ങനെയാണ് വരുന്നത്. ഇതാണ് ചെക്ക് ചെയ്യുന്നത് അല്ലേ, അതായത് ലിമിറ്റ് z ടെൻസ് ടു 0 1/f(1/z) ആണ്, ദാറ്റ് ഈസ് ഈക്വൽ ടു f(1/z) നമുക്ക് ഇതാണ് കിട്ടിയിട്ട്. അപ്പോൾ 1 എന്ന് പറഞ്ഞാൽ എന്ത് വരും, അത് തിരിഞ്ഞു വരും അല്ലേ, 1 - z × z അല്ലേ ഡിവൈഡഡ് ബൈ 1 + z² എന്ന് വരും. ഓക്കെ, അപ്പോൾ ഇതിന് ഡയറക്റ്റ് ആയിട്ട് പിന്നെ നമ്മൾ ലിമിറ്റ് കൊടുക്കും. ഇവിടെ f(1/z) എന്ന് പറഞ്ഞാൽ എന്താണ്, ഇതിന് നമുക്ക് 1 + z² ഡിവൈഡഡ് ബൈ z × 1 - z എന്ന് എഴുതല്ലേ. അപ്പോൾ അതിനാണ് നമ്മൾ എന്ത് കൊടുക്കുന്നത്, 1/f(1/z). അപ്പോൾ ഇങ്ങനെയല്ലേ വരിക, ഇതിന് ലിമിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് വരും, 0 എന്ന് വരില്ലേ. അപ്പോൾ ഇതിൻ്റെ ലിമിറ്റ് നമുക്ക് എന്താണെന്ന് കിട്ടി, 0 എന്ന് കിട്ടി. ഇതിൻ്റെ ലിമിറ്റ് 0 എന്ന് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് എഴുതാം, ലിമിറ്റ് z ടെൻസ് ടു ഇൻഫിനിറ്റി f(z) is equal to ഇൻഫിനിറ്റി അല്ലേ. അതായത് ലിമിറ്റ് z ടെൻസ് ടു ഇൻഫിനിറ്റി z² + 1 ഡിവൈഡ് ബൈ z−1 is equal to ഇൻഫിനിറ്റി. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് കണ്ടിന്യൂറ്റി ആണ്. കണ്ടിന്യൂറ്റി ഓഫ് കോംപ്ലെക്സ് ഫംഗ്ഷൻ അല്ലേ. ഈ കോംപ്ലെക്സ് ഫംഗ്ഷൻ എഫ് ഈസ് സെറ്റ് ടു ബി കണ്ടിന്യൂസ് അറ്റ് എ പോയിന്റ് z0 ഓഫ് ഇറ്റ്സ് ഡൊമെയിൻ if corresponding to any epsilon greater than 0 however small, there exists a delta greater than 0 such that modulus of f(z) minus f(z0) less than epsilon whenever mod z minus z0 less than delta അല്ലേ. നമ്മൾ ലിമിറ്റിൻ്റെ ഡെഫിനിഷൻ പറഞ്ഞപ്പോൾ എങ്ങനെയായിരുന്നു, മോഡുലസ് ഓഫ് f(z) ഒരു ലിമിറ്റ് w0 എന്നുള്ള ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് തമ്മിലുള്ള ഡിഫറൻസ് എപ്സിലോണിൻ്റെ താഴെയായിട്ട് നിൽക്കും. എപ്പോൾ z ഉം z0 തമ്മിലുള്ള ഡിഫറൻസ് ഡെൽറ്റയ്ക്ക് താഴെയായി നിൽക്കുമ്പോൾ എന്ന് പറയുന്നില്ല. അതുപോലെ തന്നെ ഒരു കോംപ്ലെക്സ് ഫംഗ്ഷൻ എഫ് എന്നുള്ളത് കണ്ടിന്യൂസ് ആണ്. എവിടെ ഒരു പോയിന്റ് z0 എന്നുള്ള പോയിന്റിൽ കണ്ടിന്യൂസ് ആണെന്നുണ്ടെങ്കിൽ അല്ലേ, അതിന് കറസ്പോണ്ടിങ് ആയിട്ട് തന്നെ ആ ഫംഗ്ഷനും അതുപോലെ തന്നെ f(z0) അല്ലേ അത് തമ്മിലുള്ള ഡിസ്റ്റൻസ് ഒരു എപ്സിലോണിൻ്റെ താഴെയായി നിൽക്കും എപ്പോൾ, വെനെവർ മോഡ് z മൈനസ് z0 ലെസ് ദാൻ ഡെൽറ്റ ആകുമ്പോൾ അല്ലേ. അപ്പോൾ അതുപോലെ തന്നെ ലിമിറ്റിൻ്റെ ഡെഫിനേഷൻ പോലെ തന്നെയാണ് വരുന്നത്. കറസ്പോണ്ടിങ് ടു ഇൻ എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 ദർ എക്സിസ്റ്റ് ഡെൽറ്റ ഗ്രേറ്റർ ദാൻ 0 സച്ച് ദാറ്റ് ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം, z0 എന്നുള്ള പോയിന്റിൽ ഈ ഫംഗ്ഷൻ എന്താണെന്ന് പറയാം, കണ്ടിന്യൂസ് ആണെന്ന് പറയാം. ഓക്കെ, അപ്പോൾ കണ്ടിന്യൂസ് ആണോ എന്ന് ചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്താൽ മതി. ഓൾറെഡി നമ്മൾ പഠിച്ചതാണ്, റിയൽ വാല്യൂഡ് ഫംഗ്ഷൻസ് ഒക്കെ കണ്ടിന്യൂസ് ആണെന്നുണ്ടെങ്കിൽ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യണം, അത് ഫംഗ്ഷൻ വാല്യൂവിനോട് ഈക്വൽ ആവും വേണമെന്നുള്ളത്. അപ്പോൾ ആ കണ്ടീഷൻ കോംപ്ലെക്സിലും വരുന്നുണ്ട്. എ കോംപ്ലെക്സ് ഫംഗ്ഷൻ എഫ് ഈസ് സെറ്റ് ടു ബി കണ്ടിന്യൂസ് അറ്റ് എ പോയിന്റ് z0 ഓഫ് ഇറ്റ്സ് ഡൊമെയിൻ ഇഫ് ഓൾ 3 കണ്ടീഷൻസ് ആർ സാറ്റിസ്ഫൈ. അപ്പോൾ ഒരു z0 എന്നുള്ള പോയിന്റിൽ കോംപ്ലെക്സ് ഫംഗ്ഷന് കണ്ടിന്യൂസ് ആണെന്ന് പറയണമെന്നുണ്ടെങ്കിൽ ലിമിറ്റ് z ടെൻസ് ടു z0 f(z) എക്സിസ്റ്റ് ചെയ്യണം അല്ലേ. അതാണ് ഇപ്പോൾ നമ്മൾ മുകളിൽ പറഞ്ഞ കണ്ടീഷൻ. അതുപോലെ തന്നെ f(z0) എക്സിസ്റ്റ് ചെയ്യണം. പിന്നെ എന്ത് വേണം, ഇത് രണ്ടും ഈക്വൽ ആവും വേണം. ഈ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യണം, അതുപോലെ തന്നെ f(z0) എന്താണെന്നുള്ളത് എക്സിസ്റ്റ് ചെയ്യണം, f(z0)നും എക്സിസ്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞാൽ അതിന് വാല്യൂ ഉണ്ടായിരിക്കണം അല്ലേ. അത് രണ്ടും എന്താവും വേണം, ഈക്വൽ ആവും വേണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം, ഈ എഫ് എന്നുള്ള ഫംഗ്ഷൻ z0 എന്നുള്ള പോയിന്റിൽ കണ്ടിന്യൂസ് ആണെന്ന് പറയാം. ഓക്കെ, ഇത് നമ്മൾ സാധാരണ റിയൽ വാല്യൂഡിൻ്റെ കേസിലും പറഞ്ഞതായിരുന്നു അല്ലേ. ലിമിറ്റ് എക്സ്റ്റെൻസ് ടു x0 f(x) എക്സിസ്റ്റ് ചെയ്യുക ആൻഡ് f(x0) എക്സിസ്റ്റ് ദെൻ അത് രണ്ടും ഈക്വൽ ആവുന്ന കേസും പറഞ്ഞു. അപ്പോൾ അതുപോലെ തന്നെയാണ് കണ്ടിന്യൂറ്റി വരുന്നത്. അപ്പോൾ ഇനി കണ്ടിന്യൂസ് ആണോ എന്ന് പ്രൂവ് ചെയ്യാനുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമുക്ക് ഈ ഒരു ഡെഫിനിഷൻ യൂസ് ചെയ്തുകൊണ്ട് പ്രൂവ് ചെയ്യാം. ഓക്കെ.
ഓക്കെ, കണ്ടിന്യൂസ് ആണോ എന്ന് പ്രൂവ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ ആണ്. ദ ഫംഗ്ഷൻ എഫ് ഓഫ് സെഡ് ഈസ് ഡിഫൈൻഡ് ബൈ എഫ് ഓഫ് സെഡ് ഇസ് ഈക്വൽ ടു മോഡുലസ് ഓഫ് റിയൽ സെഡ് സ്ക്വയർ ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ മോഡ് സെഡ് സ്ക്വയർ അല്ലേ. ഇഫ് z not equal to 0 and 0 if z is equal to 0. Show that f of z is continuous at z is equal to 0. z is equal to 0 കണ്ടിന്യൂസ് ആണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്താൽ മതി, കണ്ടീഷൻസ് ഒക്കെ ഒന്ന് ചെക്ക് ചെയ്താൽ മതി അല്ലേ. ദാറ്റ് ഈസ് മോഡുലസ് ഓഫ് എഫ് ഓഫ് സെഡ് മൈനസ് എഫ് ഓഫ് സെഡ് നോട്ട്. ഇതിൻ്റെ വാല്യൂ നമുക്ക് ആദ്യം കാൽക്കുലേറ്റ് ചെയ്യാം. ഇതെങ്ങനെ വരും, മോഡുലസ് ഓഫ് എഫ് ഓഫ് സെഡ് എന്ന് പറഞ്ഞാൽ മോഡുലസ് ഓഫ് അല്ലേ, എഫ് ഓഫ് സെഡ് എന്താണ്, എഫ് ഓഫ് സെഡ് എന്ന് പറഞ്ഞാൽ മോഡുലസ് ഓഫ് റിയൽ ഓഫ് സെഡ് സ്ക്വയർ ഹോൾ സ്ക്വയർ അല്ലേ ഡിവൈഡഡ് ബൈ മോഡ് സെഡ് സ്ക്വയർ അല്ലേ. ഇങ്ങനെ വരുന്നത് എഫ് ഓഫ് സെഡ് നോട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്, സെഡ് ഇസ് ഈക്വൽ ടു സെഡ് നോട്ട് ആണ്. സെഡ് ഇസ് ഈക്വൽ ടു സെഡ് നോട്ട് എന്നുള്ള പോയിന്റ് എന്താണ്, 0 ആണ് അല്ലേ. അപ്പോൾ എഫ് ഓഫ് സെഡ് നോട്ട് എന്തായിരിക്കും, എഫ് ഓഫ് 0 ആയിരിക്കും അല്ലേ, മൈനസ് എഫ് ഓഫ് 0. ഓക്കെ, അപ്പോൾ ഇതെന്ത് വരും, ഈക്വൽ ടു മോഡുലസ് ഓഫ് റിയൽ ഓഫ് സെഡ് സ്ക്വയർ ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ മോഡ് സെഡ് സ്ക്വയർ എന്ന് എഴുതാം അല്ലേ. മൈനസ് എഫ് ഓഫ് 0 എന്താ വരിക, 0 ആണ് വരിക അല്ലേ. അപ്പോൾ ഇവിടെ നോക്ക് നിങ്ങൾ, നമ്മൾ ഓൾറെഡി പഠിച്ചതായിരുന്നു കഴിഞ്ഞ സെമ്മിൽ റിയൽ സെറ്റ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡ് സെറ്റ് ആണ് അല്ലേ. അപ്പോൾ നമുക്ക് ഇവിടെ എങ്ങനെ കൂടെ എഴുതിക്കൂടെ, മോഡുലസ് ഓഫ് റിയൽ സെറ്റ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡ് സെറ്റ് അല്ലേ വരിക. അതിവിടെ അപ്ലൈ ചെയ്യുമ്പോൾ എന്ത് വരും, ലെസ് ദാൻ ഓർ ഈക്വൽ ടു അല്ലേ, ലെസ് ദാൻ ഓർ ഈക്വൽ ടു. ഇതിൻ്റെ കേസിൽ എന്ത് വരും, അപ്പോൾ ഇവിടെ മോഡുലസ് ഓഫ് എഫ് ഓഫ് സെറ്റ് മൈനസ് എഫ് ഓഫ് 0 എന്നാട്ടെ. എഫ് ഓഫ് സെറ്റ് നോട്ട് എന്ന് പറഞ്ഞാൽ 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു റിയൽ ഓഫ് സെറ്റ് അല്ലേ. ഇതിൻ്റെ പ്ലേസിൽ നമുക്ക് എന്ത് എഴുതാം, ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇത് കൊടുക്കുക അല്ലേ, മോഡ് സെറ്റ് എന്ന് കൊടുക്കുക. അപ്പോൾ എന്ത് വരും, മോഡ് സെഡ് സ്ക്വയർ ഹോൾ സ്ക്വയർ അല്ലേ. മോഡ് സെറ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ സെഡ് സ്ക്വയർ ആണ്, സെഡ് സ്ക്വയർ ഡിവൈഡ് ബൈ മോഡുലസ് ഓഫ് സെഡ് സ്ക്വയർ എന്ന് വരും. ഓക്കെ, അപ്പോൾ ഇത് ക്യാൻസൽ ചെയ്ത് കളഞ്ഞാൽ എന്ത് വരും, ഇവിടെ മോഡ് സെഡ് സ്ക്വയർ എന്ന് വരും അല്ലേ. ഈക്വൽ ടു ഇതിനെ നമുക്ക് എന്ത് എഴുതാം, മോഡ് സെഡ് ഹോൾ സ്ക്വയർ എന്ന് എഴുതിക്കൂടെ, ഇങ്ങനെ എഴുതാം അല്ലേ. ദെൻ നമുക്ക് എന്ത് കിട്ടണം, മോഡുലസ് ഓഫ് എഫ് ഓഫ് സെഡ് മൈനസ് എഫ് ഓഫ് 0 ലെസ് ദാൻ എപ്സിലോൺ എന്നാണ് വേണ്ടത് അല്ലേ. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്കൊരു ഡെൽറ്റ ചൂസ് ചെയ്യാം അല്ലേ. Then corresponding to any epsilon greater than 0, choosing delta as root epsilon എന്ന് ചൂസ് ചെയ്യണം. ഓക്കെ, ഇവിടെ നോക്കുക നിങ്ങൾ, മോഡുലസ് ഓഫ് എഫ് ഓഫ് സെഡ് മൈനസ് എഫ് ഓഫ് 0 ലെസ് ദാൻ എപ്സിലോൺ എന്നാണ് വേണ്ടത്. അപ്പോൾ ഇത് എന്താണ് ശരിക്ക്, സെഡ് മൈനസ് സെഡ് നോട്ട് എന്നുള്ള ഫോമിലല്ല, അതായത് സെഡ് മൈനസ് സെഡ് നോട്ട് ഇവിടെ 0 ആണ് അല്ലേ, ഹോൾ സ്ക്വയർ എന്നാണ് വരുന്നത്. അപ്പോൾ ഇത് ലെസ് ദാൻ ഡെൽറ്റ ആണ് നമുക്ക് അറിയാം അല്ലേ. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്താ കിട്ടുന്നത്, എഫ് ഓഫ് സെഡ് മൈനസ് എഫ് ഓഫ് 0 ലെസ് ദാൻ എപ്സിലോൺ എന്നാണ് കിട്ടുന്നത്. അപ്പോൾ ഇത് ലെസ് ദാൻ ഡെൽറ്റ, അതായത് ഇത് എന്തായിരിക്കും, അപ്പോൾ ഡെൽറ്റ സ്ക്വയർ എന്നായിരിക്കും അല്ലേ വരുന്നത്. അപ്പോൾ ഡെൽറ്റ സ്ക്വയർ എന്നായിരിക്കും. അപ്പോൾ നമ്മൾ എപ്സിലോൺ എങ്ങനെ ചൂസ് ചെയ്യേണ്ടി വരും, ഡെൽറ്റ സ്ക്വയർ ഇസ് ഈക്വൽ ടു എപ്സിലോൺ എന്ന് പറഞ്ഞാൽ ഡെൽറ്റ എന്തായിരിക്കും, റൂട്ട് എപ്സിലോൺ എന്നാണ് വരും അല്ലേ. അപ്പോൾ അങ്ങനെ നമ്മൾ ചൂസ് ചെയ്താൽ മതി, ഡെൽറ്റ ഇസ് ഈക്വൽ ടു റൂട്ട് എപ്സിലോൺ. ദെൻ വി ഗെറ്റ് മോഡുലസ് ഓഫ് എഫ് ഓഫ് സെഡ് മൈനസ് എഫ് ഓഫ് 0 അല്ലേ, ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡ് സെഡ് സ്ക്വയർ ആണ്, ലെസ് ദാൻ ഡെൽറ്റ സ്ക്വയർ ആണ് വരുന്നത് അല്ലേ. ലെസ് ദാൻ ഡെൽറ്റ സ്ക്വയർ ആണ് നമുക്കറിയാം, കാരണം സെഡ് മൈനസ് സെഡ് നോട്ട് ഹോൾ സ്ക്വയർ, സെഡ് മൈനസ് സെഡ് നോട്ട് ലെസ് ദാൻ ഡെൽറ്റയാണ്. ദെൻ സെഡ് മൈനസ് സെഡ് നോട്ട് ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, സെഡ് നോട്ട് ഇവിടെ 0 ആവുന്നതുകൊണ്ട് തന്നെ മോഡുലസ് ഓഫ് സെഡ് സ്ക്വയർ ലെസ് ദാൻ ഡെൽറ്റ സ്ക്വയർ എന്ന് വരും അല്ലേ. അപ്പോൾ ഡെൽറ്റ സ്ക്വയർ എന്ന് പറഞ്ഞാൽ നമ്മൾ ചൂസ് ചെയ്തില്ല, ഡെൽറ്റ ഇസ് ഈക്വൽ ടു റൂട്ട് എപ്സിലോൺ. അപ്പോൾ ഡെൽറ്റ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, എപ്സിലോൺ ആയിരിക്കും അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം, ലെസ് ദാൻ ഇസ് ഈക്വൽ, ഇതെന്താണ് എപ്സിലോൺ ആണെന്ന് എഴുതാം അല്ലേ. whenever mod z minus 0 ലെസ് ദാൻ ഡെൽറ്റ അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, therefore മോഡുലസ് ഓഫ് എഫ് ഓഫ് സെഡ് മൈനസ് എഫ് ഓഫ് 0 അല്ലേ ലെസ് ദാൻ എപ്സിലോൺ എന്ന് കിട്ടി, whenever മോഡ് സെഡ് ലെസ് ദാൻ ഡെൽറ്റ അല്ലേ. അപ്പോൾ ഈ കണ്ടീഷൻ എന്താണ്, കണ്ടിന്യൂസ് ആണെന്നുള്ളതിൻ്റെ കണ്ടീഷൻ അല്ലേ. ഏത് പോയിന്റിൽ സെഡ് നോട്ട് എന്താ അവിടെ വരുന്നത്, 0 അല്ലേ. therefore നമുക്ക് എന്ത് എഴുതാം, എഫ് ഓഫ് സെഡ് ഈസ് കണ്ടിന്യൂസ്, എഫ് ഓഫ് സെഡ് ഈസ് കണ്ടിന്യൂസ് അറ്റ് സെഡ് ഇസ് ഈക്വൽ ടു സെഡ് നോട്ട് എന്നുള്ള പോയിന്റ് ഏതാ വരുന്നത്, 0 അല്ലേ. അപ്പോൾ സെഡ് നോട്ട് എന്നുള്ള പോയിന്റിൽ 0ൽ കണ്ടിന്യൂസ് ആണോ എന്ന് പ്രൂവ് ചെയ്യാനായിരുന്നു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ആദ്യം മോഡുലസ് ഓഫ് എഫ് ഓഫ് സെഡ് മൈനസ് എഫ് ഓഫ് സെഡ് നോട്ട് എന്താണെന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്തു അല്ലേ. അതിനുശേഷം അത് നമുക്ക് എന്താണെന്ന് കിട്ടി, മോഡ് സെഡ് സ്ക്വയർ ആണെന്ന് കിട്ടി. ദെൻ നമ്മൾ എന്ത് ചെയ്യാൻ ശേഷം ഒരു എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 എടുത്ത് അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു ഡെൽറ്റ ചൂസ് ചെയ്തപ്പോൾ കറക്റ്റ് എന്തിൻ്റെ കണ്ടീഷൻ കിട്ടി, കണ്ടിന്യൂസ് ആണ് അറ്റ് സെഡ് നോട്ട് എന്നുള്ള പോയിന്റിൽ, സെഡ് നോട്ട് 0 എന്നുള്ള പോയിന്റിൽ കണ്ടിന്യൂസ് ആണെന്ന് കിട്ടി. ഓക്കെ, ഇനി ഇതിൽ വരുന്നത് കണ്ടിന്യൂറ്റിയിലെ തിയറംസ് ആണ്. ലിമിറ്റ് പറഞ്ഞു, നമ്മൾ ലിമിറ്റിൻ്റെ പ്രോബ്ലം ചെയ്തു, അതിൽ തിയറംസ് പറഞ്ഞു അല്ലെങ്കിൽ കണ്ടിന്യൂറ്റി പറഞ്ഞു, അതിൽ പ്രോബ്ലം ചെയ്തു. ഇനി അതിൽ തിയറംസ് ആണ്. തിയറംസ് ഓൺ കണ്ടിന്യൂറ്റി. തിയറം 1, എ ഫംഗ്ഷൻ എഫ് ഓഫ് എ കോംപ്ലെക്സ് വേരിയബിൾ z ഈസ് കണ്ടിന്യൂസ് അറ്റ് എ പോയിന്റ് z is equal to z0 that is equal to x0 y0 if and only if its real and imaginary part, that is real f and imaginary f are continuous at z0.
അപ്പോൾ ഒരു കോംപ്ലക്സ് ഫംഗ്ഷനിലെ എഫ് എന്നുള്ളത് എഫ് ഓഫ് സെഡ് കണ്ടിന്യൂസ് ആണെന്നുണ്ടെങ്കിൽ ഇഫ് ആൻഡ് ഓൺലി ഇഫ് ആണ് പറയുന്നത്. അതിൻ്റെ റിയൽ പാർട്ടും ഇമാജിനറി പാർട്ടും എന്തായിരിക്കും? എന്തായാലും കണ്ടിന്യൂസ് ആയിരിക്കും. സെഡ് നോട്ട് എന്നുള്ള പോയിന്റിൽ ഇവിടെ ഫംഗ്ഷൻ എഫ് എന്നുള്ളത് സെഡ് നോട്ട് എന്നുള്ള പോയിന്റിലാണല്ലേ. സെഡ് നോട്ട് എന്നുള്ള പോയിന്റിൽ കണ്ടിന്യൂസ് ആണെങ്കിൽ അതിൻ്റെ റിയൽ പാർട്ടും ഇമാജിനറി പാർട്ടും എന്തായിരിക്കും? റിയൽ ഓഫ് എഫും അതുപോലെ തന്നെ ഇമാജിനറി ഓഫ് എഫും എന്തായിരിക്കും? ഈസ് കണ്ടിന്യൂസ് അറ്റ് സെഡ് നോട്ട് അല്ലേ. സെഡ് നോട്ട് എന്നുള്ള പോയിന്റിൽ കണ്ടിന്യൂസ് ആയിരിക്കും. അതാണ് തിയറം 1 പറയുന്നത്. അതിന് പ്രൂഫ് ഒന്നുമില്ല. ദെൻ തിയറം 2 നോക്ക്. ലെറ്റ് എഫ് ഓഫ് സെഡ് ആൻഡ് ജി ഓഫ് സെഡ് ബി ടു കോംപ്ലക്സ് ഫംഗ്ഷൻസ് കണ്ടിന്യൂസ് അറ്റ് സെഡ് ഇസ് ഈക്വൽ ടു സെഡ് നോട്ട് അല്ലേ. എഫ് ഓഫ് സെഡും ജി ഓഫ് സെഡും രണ്ടും എന്താണ്? സെഡ് ഇസ് ഈക്വൽ ടു സെഡ് നോട്ട് എന്നുള്ള പോയിന്റിൽ കണ്ടിന്യൂസ് ആണ്. അങ്ങനെ അതിൻ്റെ സം എടുത്തു കഴിഞ്ഞാൽ അങ്ങനെയാണെങ്കിൽ അതിൻ്റെ സം എടുത്തു കഴിഞ്ഞാൽ എഫ് ഓഫ് സെഡ് പ്ലസ് ജി ഓഫ് സെഡ് എന്തായിരിക്കും? ഇസ് കണ്ടിന്യൂസ് അറ്റ് സെഡ് നോട്ട്. ഓക്കെ, അതുപോലെ എഫ് ഓഫ് സെഡ് ഇൻറ്റു ജി ഓഫ് സെഡ് കണ്ടിന്യൂസ് ആയിരിക്കും. മോഡുലസ് ഓഫ് എഫ് ഇൻറ്റു സെഡ് ദാറ്റ് ഇസ് ഈക്വൽ ടു മോഡുലസ് ഓഫ് എഫ് ഓഫ് സെഡ് ഈസ് കണ്ടിന്യൂസ് അറ്റ് സെഡ് നോട്ട് ആയിരിക്കും. ആൻഡ് ഡിവിഷനും അതുപോലെ തന്നെ ആയിരിക്കും. ഇവിടെ ഒരു കണ്ടീഷൻ ഉണ്ട്, ജി ഓഫ് സെഡ് നോട്ട് ഈക്വൽ ടു 0 ആയിരിക്കും അല്ലേ. അപ്പോൾ രണ്ട് കോംപ്ലക്സ് ഫംഗ്ഷൻസ് കണ്ടിന്യൂസ് ആണ് സെഡ് നോട്ട് എന്നുള്ള ഒരു പോയിന്റിലെങ്കിൽ അതിൻ്റെ ആഡീഷൻ അല്ലെ, രണ്ടും കൂടെ ആഡ് ചെയ്താലും മൾട്ടിപ്ലൈ ചെയ്താലും ഡിവൈഡ് ചെയ്താലും ഒക്കെ എന്തായിരിക്കും? അതും കണ്ടിന്യൂസ് ആയിരിക്കും സെഡ് നോട്ട് എന്നുള്ള പോയിന്റിൽ. ഓക്കെ, അപ്പോൾ ഇതാണ് ഈ രണ്ട് തിയറം പറയുന്നത്. ഇതിൻ്റെ പ്രൂഫ് ഒന്നും വരുന്നില്ല. നമ്മൾ ലിമിറ്റിൻ്റെ അതുപോലെ പറഞ്ഞിരുന്നു അല്ലേ, അതിൽ നമ്മൾ ലിമിറ്റിൻ്റെ ചെയ്തതുമായിരുന്നു. പക്ഷെ കണ്ടിന്യൂറ്റിൻ്റെ പ്രൂഫ് ഒന്നും വരുന്നില്ല കേട്ടോ. നെക്സ്റ്റ് തിയറം നോക്കാം. തിയറം 3 എന്താ പറയുന്നത്? എനി പോളിനോമിയൽ പി ഓഫ് സെഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു എ നോട്ട് പ്ലസ് എ വൺ സെഡ് പ്ലസ് എക്സെട്ര പ്ലസ് എ എൻ സെഡ് റേസ് ടു എൻ ഈസ് കണ്ടിന്യൂസ് ഓൺ ദ എൻറ്റയർ കോംപ്ലക്സ് പ്ലെയിൻ. ഓക്കെ, അപ്പോൾ പോളിനോമിയൽ ഫംഗ്ഷനിലെ പി ഓഫ് സെഡ് എന്ന് പറയുന്ന പോളിനോമിയൽ ഫംഗ്ഷൻ കോംപ്ലക്സ് പ്ലെയിനിൽ എൻറ്റയർ കോംപ്ലക്സ് പ്ലെയിനിൽ എന്താണ്? കണ്ടിന്യൂസ് ആണ്. അപ്പോൾ ഇത് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. ഇനി പോളിനോമിയൽ ഫംഗ്ഷൻ എൻറ്റയർ കോംപ്ലക്സ് പ്ലെയിനിൽ എന്താണ്? കണ്ടിന്യൂസ് ആണെന്നുള്ളത്. ഓക്കെ, ഇനി നെക്സ്റ്റ് തിയറം നോക്കുക. ഇതിൻ്റെ പ്രൂഫ് വരുന്നുണ്ട് കേട്ടോ. ഇത് ഇമ്പോർട്ടൻറ്റ് തിയറാണ്. കോമ്പോസിഷൻ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആവുന്നത്. ഓക്കെ, ഇഫ് എഫ് ഓഫ് സെറ്റ് ഈസ് കണ്ടിന്യൂസ് അറ്റ് സെറ്റ് ഇസ് ഈക്വൽ ടു സെഡ് നോട്ട് ആൻഡ് ജി ഓഫ് ഡബ്ല്യു ഈസ് കണ്ടിന്യൂസ് അറ്റ് ഡബ്ല്യു ദാറ്റ് ഈസ് ഡബ്ല്യു എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ഈക്വൽ ടു എഫ് ഓഫ് സെഡ് നോട്ട് ആണ് കേട്ടോ. ദെൻ ജി കോമ്പോസിഷൻ എഫ് ഈസ് കണ്ടിന്യൂസ് അറ്റ് സെഡ് നോട്ട്. ഓക്കെ, ഇപ്പോൾ കോമ്പോസിറ്റ് ഫംഗ്ഷൻ ആണ് അല്ലേ. അപ്പോൾ എഫ് ഓഫ് സെറ്റ് എവിടെയാണ് കണ്ടിന്യൂസ്? സെഡ് നോട്ട് എന്നുള്ള പോയിന്റിലാണ്. ജി ഓഫ് ഡബ്ല്യു എവിടെയാണ് കണ്ടിന്യൂസ്? ഡബ്ല്യൂലെ. ഡബ്ല്യു എന്ന് പറഞ്ഞാൽ അതായത് എഫ് ഓഫ് സെഡ് നോട്ട് എന്നുള്ള പോയിന്റിലാണ് കണ്ടിന്യൂസ്. അങ്ങനെയാണെങ്കിൽ ജി കോമ്പോസിഷൻ എഫ് സെഡ് നോട്ടിൽ കണ്ടിന്യൂസ് ആണ് നമുക്ക് പ്രൂവ് ചെയ്യണം. ഓക്കെ, പ്രൂഫ് നോക്കാം. ആദ്യം നമുക്ക് തന്നിട്ടുണ്ട് ജി ഓഫ് ഡബ്ല്യു കണ്ടിന്യൂസ് ആണെന്നില്ല. അപ്പോൾ ആ രണ്ടെണ്ണത്തിൽ നമ്മൾ കണ്ടിന്യൂറ്റിൻ്റെ ഡെഫിനേഷൻ അപ്ലൈ ചെയ്താൽ മതി. ഓക്കെ, ചൂസ് എനി എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 സിൻസ് ജി ഓഫ് സെഡ് ഈസ് കണ്ടിന്യൂസ് അറ്റ് W is equal to f of z naught അല്ലേ. ദെൻ കറസ്പോണ്ടിങ് ടു ദിസ് എപ്സിലോൺ നമ്മൾ ചൂസ് ചെയ്ത ഈ എപ്സിലോൺ കറസ്പോണ്ടിങ് ആയിട്ട് ഒരു ഡെൽറ്റ എക്സിസ്റ്റ് ചെയ്യും. ഇപ്പോൾ ഇവിടെ രണ്ടെണ്ണം ഉള്ളതുകൊണ്ട് ഞാൻ ഫസ്റ്റ് ഡെൽറ്റ 1 കൊടുക്കുകയാണ്. ഡെൽറ്റ 1 ഗ്രേറ്റർ ദാൻ 0 സച്ച് ദാറ്റ് മോഡുലസ് ഓഫ് ജി ഓഫ് ഡബ്ല്യു മൈനസ് ജി ഓഫ് എഫ് ഓഫ് സെഡ് നോട്ട് അല്ലേ. ദാറ്റ് ഈസ് ലെസ് ദാൻ എപ്സിലോൺ വെൻ എവർ മോഡ് ഡബ്ല്യു മൈനസ് എഫ് ഓഫ് സെഡ് നോട്ട് ലെസ് ദാൻ ഡെൽറ്റ 1 ആകുമ്പോൾ. ഓക്കെ, അത് ഈ കണ്ടീഷനിൽ കിട്ടിയാണല്ലേ. ഇതിന് ജി ഓഫ് സെഡ് ഈസ് കണ്ടിന്യൂസ് ആയിട്ട് ഡബ്ല്യു ഇസ് ഈക്വൽ ടു എഫ് ഓഫ് സെഡ് നോട്ട്. അതൊന്ന് കിട്ടി. രണ്ടാമത് ഇനി നോക്കുക, നമുക്കൊരു കണ്ടീഷൻ കൂടെ തന്നിട്ടുണ്ട്. എന്താണ്? എഫ് ഓഫ് സെഡ് ഈസ് കണ്ടിന്യൂസ് അറ്റ് സെഡ് ഇസ് ഈക്വൽ ടു സെഡ് നോട്ട്. അപ്പോൾ അത് അവിടെ എഴുതാം അല്ലേ. സിൻസ് എഫ് ഓഫ് സെഡ് ഈസ് കണ്ടിന്യൂസ് അറ്റ് സെഡ് ഇസ് ഈക്വൽ ടു സെഡ് നോട്ട് അല്ലേ. അങ്ങനെയാണെങ്കിൽ കറസ്പോണ്ടിങ് ടു ദിസ്. അപ്പോൾ നമ്മളിവിടെ കറസ്പോണ്ടിങ് ടു എപ്സിലോൺ എടുക്കുന്നതിന് പകരം ഇവിടെ നമ്മൾ ഓൾറെഡി ഒരു ഡെൽറ്റ ആണ് ചൂസ് ചെയ്തിട്ടുണ്ടല്ലോ. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു ഡെൽറ്റ എക്സിസ്റ്റ് ചെയ്യുന്ന ചൂസ് ചെയ്യുക. അപ്പോൾ എന്ത് വരും? There exists a delta greater than 0 such that modulus of f of z minus f of z naught less than delta 1 whenever mod z minus z naught less than delta. ഓക്കെ, അപ്പോൾ ഇവിടെ എപ്സിലോണിന് പകരം ഇവിടെ എന്താ വരുന്നത്? ഡെൽറ്റ 1 അല്ലേ. ഈ ഡെൽറ്റ 1 ആണ് നമ്മൾ എപ്സിലോൺ കറസ്പോണ്ടിങ് ടു ദിസ് എപ്സിലോൺ കൊടുത്ത് ഡെൽറ്റ, ഈ ഒരു കറസ്പോണ്ടിങ് ഡെൽറ്റയാണ് നമ്മൾ ഡെൽറ്റ 1 ആണ് ചൂസ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ മോഡുലസ് ഓഫ് എഫ് ഓഫ് സെറ്റ് ഇതിങ്ങനെ കൊടുത്തു. ഈ 1 എന്നും 2 എന്നും കൂടെ നമുക്ക് എന്തെഴുതാം? ഇക്വേഷൻ നമ്പർ 1, 2 എന്ന് കൊടുത്തിട്ടുണ്ട് അല്ലേ. ഈ രണ്ടെന്നും കൂടെ നമുക്ക് എന്തെഴുതാം? നമുക്ക് കിട്ടേണ്ടത് ഇങ്ങനെയാണ് അല്ലേ. ഇതാണ് കിട്ടേണ്ടത്. അതായത് മോഡുലസ് ഓഫ് ജി ഓഫ് എഫ് ഓഫ് സെറ്റ് മൈനസ് മോഡുലസ് ഓഫ് ജി ഓഫ് എഫ് ഓഫ് സെറ്റ് നോട്ട് ലെസ് ദാൻ എപ്സിലോൺ ആണല്ലേ. അതായത് ഇത് എന്താ ഇങ്ങനെയാണ് കിട്ടേണ്ടത്? മോഡുലസ് ഓഫ് ജി ഓഫ് എഫ് ഓഫ് സെറ്റ് മൈനസ് ജി ഓഫ് എഫ് ഓഫ് സെറ്റ് നോട്ട് അല്ലേ ലെസ് ദാൻ എപ്സിലോൺ വെന്നെവർ മോഡ് സെഡ് മൈനസ് സെഡ് നോട്ട് ലെസ് ദാൻ ഡെൽറ്റ അല്ലേ. ഇങ്ങനെയാണ് നമുക്ക് കിട്ടേണ്ടത് വെന്നെവർ. അപ്പോൾ ഇത് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ രണ്ട് കണ്ടീഷനും യൂസ് ചെയ്തു. ആദ്യം ഇത് കണ്ടിന്യൂസ് ആണെന്നുള്ള ഡെഫിനിഷൻ അപ്ലൈ ചെയ്തു. ദെൻ ഇത് അല്ലേ. ഇനി അത് രണ്ടും കൂടെ ജോയിൻ ചെയ്തിട്ട് ഫ്രം 1 and 2 നമുക്ക് എങ്ങനെ എഴുതാം? ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യല്ലേ. മോഡ് സെഡ് മൈനസ് സെഡ് നോട്ട് ലെസ് ദാൻ ഡെൽറ്റ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതാണ് എന്ന് എഴുതാം. ഓക്കെ, അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇതാണെന്ന് എഴുതാം. അങ്ങനെ നമുക്ക് ബാക്കിലോട്ട് പോകാം അല്ലേ. മോഡ് സെഡ് മൈനസ് സെഡ് നോട്ട് ലെസ് ദാൻ ഡെൽറ്റ ഫ്രം 1 and 2 മോഡ് സെഡ് മൈനസ് സെഡ് നോട്ട് ലെസ് ദാൻ ഡെൽറ്റ. അതും നമുക്ക് എന്ത് എഴുതാം? അതെന്താണ്? മോഡുലസ് ഓഫ് എഫ് ഓഫ് സെഡ് മൈനസ് എഫ് ഓഫ് സെഡ് നോട്ട് ലെസ് ദാൻ ഡെൽറ്റ ആണ്. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ വീണ്ടും ബാക്കിലോട്ട് പോയപ്പോൾ നമുക്കറിയാം ജി ഓഫ് എഫ് ഓഫ് സെഡ് മൈനസ് ജി ഓഫ് എഫ് ഓഫ് സെഡ് നോട്ട് ലെസ് ദാൻ എപ്സിലോൺ ആണ് അല്ലേ.
അപ്പോൾ ഇതിന് നമുക്ക് എങ്ങനെ എഴുതാം? ജി ഓഫ് എഫ് ഓഫ് സെറ്റ് നമുക്ക് എന്ത് എഴുതാം? ജി കോമ്പോസിഷൻ എഫ് എന്ന് എഴുതാം അല്ലേ. ജി കോമ്പോസിഷൻ എഫ് എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താണ്? എഫ് ഓഫ് സെറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് ശരിക്കും? ജി ഓഫ് എഫ് ഓഫ് സെറ്റ് ആണ് അല്ലേ. നമ്മൾ പഠിച്ച കാര്യമാണ്. അപ്പോൾ നമുക്കിവിടെ ജി കോമ്പോസിഷൻ എഫ് ഓഫ് സെറ്റ് എന്ന് എഴുതാം, മൈനസ് ജി കോമ്പോസിഷൻ എഫ് ഓഫ് സെറ്റ് നോട്ട് ലെസ് ദാൻ. ഇതിൻ്റെ മീനിങ് എന്താണ്? ജി കോമ്പോസിഷൻ എഫ് ഓഫ് സെറ്റ് മൈനസ് ജി കോമ്പോസിഷൻ എഫ് ഓഫ് സെറ്റ് നോട്ട് ലെസ് ദാൻ എപ്സിലോൺ വെനെവർ മോഡ് സെറ്റ് മൈനസ് സെറ്റ് നോട്ട് ലെസ് ദാൻ ഡെൽറ്റ അല്ലേ. അതെന്താ കാണിക്കുന്നത്? ജി കോമ്പോസിഷൻ എഫ് ഈസ് കണ്ടിന്യൂസ് അറ്റ് സെറ്റ് നോട്ട് അല്ലേ. സെറ്റ് നോട്ട് എന്നുള്ള പോയിന്റിൽ ജി കോമ്പോസിഷൻ എഫ് എന്താണെന്ന് കിട്ടി? കണ്ടിന്യൂസ് ആണെന്ന് കിട്ടി. ഓക്കെ, ഇതാണ് കോമ്പോസിഷനിൽ വരുന്ന കണ്ടിന്യൂറ്റിയുടെ തിയറം. ഇത് ഇമ്പോർട്ടൻറ്റ് തിയറാണ് കേട്ടോ.